CPM-ന് പത്തനംതിട്ടയിൽ പുതിയ നേതൃത്വം വരും. KP ഉദയഭാനു ഒഴിയുന്ന സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻ MLA രാജു എബ്രഹാം, TD ബൈജു എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ PB ഹർഷകുമാർ, R സനൽകുമാർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഇപ്പോഴുള്ള ജില്ലാ സെക്രട്ടറി ഒഴിയുന്ന സാഹചര്യത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? എങ്ങനെയാണ് അത് വിശദമാക്കുന്നത്? അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? മോദി CPM തീരുമാനമനുസരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾക്ക് പരമാവധി ആ സ്ഥാനത്തിരിക്കാൻ കഴിയുക 3 ടേണാണ്. KP ഉദയഭാനു ആ കാലയളവ് പൂർത്തീകരിക്കുകയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജില്ലയിൽ പാർട്ടിക്ക് പുതിയ നേതാവ് ഉണ്ടാകും, നേതൃത്വ നിര തന്നെ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി പരിഗണിക്കുന്നത് 25 വർഷക്കാലം തുടർച്ചയായി റാന്നി മണ്ഡലത്തെ നിയമസഭയിൽ പ്രതികരിച്ച അഡ്വക്കേറ്റ് രാജു എബ്രഹാമിന്റെ പേര് തന്നെയാണ്. ഒപ്പം തന്നെ സമാന രീതിയിൽ തന്നെ പരിഗണിക്കുന്ന മറ്റൊരു പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിൻ്റെതാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മറ്റ് 2 പേരുടെ പേരുകൾ കൂടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് PB ഹർഷകുമാറിൻ്റെതും R സനൽകുമാറിൻ്റെതുമാണ്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പുതിയ നേതൃത്വത്തെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭ്യമാകും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കോന്നി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ നേതൃയോഗം ചേരുകയാണ്. അതിൽ പുതിയ പാനൽ അവതരിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാകും. അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആരാണ് എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ അത് നേതൃനിരയിൽ പങ്കുവെക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നീട് പാനൽ ജില്ലാ സമ്മേളന പ്രതിനിധികൾക്ക് മുൻപാകെ അവതരിപ്പിക്കും. എന്തായാലും 12 മണിയോടുകൂടി നേതൃത്വത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ സൂചനകൾ ലഭ്യമാകും. നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ 34 അംഗങ്ങളാണുള്ളത്. പ്രായപരിധി പിന്നിട്ട ഏതാനും പേർ ഇതിൽ നിന്നും ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ പുതിയതായി ചേർക്കപ്പെടുന്നവരിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കിയുള്ള ഒരു തീരുമാനമാകും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ വൈകുന്നേരം ഇതിന്റെ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനവും വിശദമായ പരിപാടികളോടെയാണ് ഇന്ന് അവസാനിക്കുക. ഏതായാലും ആരായിരിക്കും അടുത്ത സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.